കോഴിക്കോട് ചേവായൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും പരിക്കേറ്റ യുവാവ് മരിച്ചു എന്നതാണ് ആ വാർത്ത. മായനാട് സ്വദേശിയായ സൂരജാണ് മരിച്ചത്. സംഭവത്തിൽ 3 പേർ ചേവായൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. മേഘ മാധവനുണ്ട് വിവരങ്ങൾ നൽകാൻ. മേഘ, ഇത് എപ്പോഴാണ് സംഭവം? എന്താണ് ഉണ്ടായത്? അതായത് കഴിഞ്ഞ ദിവസം ചേവായൂരിൽ ഒരു ഉത്സവം നടന്നിരുന്നു. അതായത് ഉത്സവം എന്നത് പാലക്കോട്ട് വയൽ തിരുത്തിയാട് ക്ഷേത്രത്തിലാണ് ഉത്സവം നടന്നത്. ഈ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ദിവസം തന്നെ അതായത് ഈ മരണപ്പെട്ട ആളും ഈ പിടിയിലായ ആളുകളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ മരണപ്പെട്ട മായനാട് സ്വദേശി സൂരജിനെ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പേർ, അതായത് അജയ് മനോജ്, വിജയ് മനോജ്, ഇവരുടെ പിതാവായ മനോജ്, ഇവർ 3 പേരും കൂടി ഈ ഉത്സവത്തിന്റെ സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് സൂരജിനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അതിന് പിന്നാലെ സൂരജ് കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മർദ്ദനത്തിൽ ഏറ്റ പരിക്കാണ് മരണകാരണം എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഇവർ പ്രദേശവാസികളാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷവും വാക്കേറ്റവും അതിന് പിന്നാലെ മർദ്ദനവും ഉണ്ടായത് എന്നതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ 3 പേരും, അതായത് ഒരു അച്ഛനും 2 മക്കളും നിലവിൽ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. പോലീസിന് ഇപ്പോഴും അത് കൃത്യമായിട്ടില്ല. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിന് ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഈ ആളുകളെ ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്ത് കൃത്യമായ വിവരം മനസ്സിലായാലായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ശരി മേഘ, നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് കേരളം വളരെ ആശാവഹമായ ഒരു ദിവസം തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ തുടങ്ങി വെക്കുക. അന്നേരം വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കരുതുന്നു. പക്ഷേ ഈ നല്ല വാർത്ത, ചീത്ത വാർത്ത എന്നൊന്നുമില്ല. പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഉത്തരവാദിത്വം. പക്ഷേ എന്നാലും മേഘ, രാവിലെ ഇത്തരം ദുരന്ത വാർത്തകൾ അല്ലെങ്കിൽ അപകട വാർത്തകൾ, ഈ പറഞ്ഞതുപോലെ കൊലപാതകം, ക്രൈമൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഖേദകരമാണ്. ആ വാർത്തകളിലൂടെ നമുക്ക് തുടങ്ങേണ്ടി വരുന്നു എന്നതാണല്ലോ. തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി പല തരത്തിലുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല ലഹരിയുടെ ഉപയോഗത്തിന് പിന്നാലെ അത് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ, അതിന് പിന്നാലെ അതിക്രമം, അങ്ങനെ കുറേ വാർത്തകൾ കഴിഞ്ഞ 2 മാസക്കാലമായി കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട്. ഏതായാലും നമുക്ക് ആ വാർത്തകൾ പറയാതെ പോവാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളുമായി ലൈവിൽ നമുക്ക് അത്തരം വാർത്തകൾ, ക്രൈം പറയുന്നതിൽ ഉള്ള വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്ന് മാത്രമാണ്. ശരി മേഘ, അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളുമായി വീണ്ടും ഫ്രെയിമിൽ ഇന്നത്തെ ദിവസം തന്നെ മേഘയെ കാണാം. മേഘ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ചേവായൂരിലെ ഒരു സംഭവമാണ്, കൊലപാതകം. അതിൽ 2 പേരും, അതിൽ ഒരാളുടെ പിതാവും അറസ്റ്റിലായിരിക്കുന്നു. കൊലപാതകത്തിലുള്ള അന്വേഷണം പോലീസ് സജീവമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് മേഘ കോഴിക്കോട് നിന്ന് നൽകുന്നത്.